पे आपने बात नहीं की होगी, तो पहला फोन किसको कर रहे हो? पहला कॉल पापा को ही करूंगा। करो। पिता से है नाम तेरा। पापा प्रणाम। रोमी सर है इधर। कैसा लग रहा है भैया? सपना लग रहा है, सपना देख रहे हैं। वाह, बिल्कुल सब सपने सच होते हैं। और सर आप 3 महीना पहले से रख के 4 महीना इसको जो बनाए ना। नहीं, आपकी मेहनत उसके बहुत पहले से है और हम सब साथ में। मैंने आपको पहले बोला था कि एज अ परिवार हम लोग सब साथ में हैं। अभी ये भी पहली सीढ़ी है, ये अभी शुरुआत है। एकदम बहुत बढ़िया शुक्रिया। और बाबा आपको भी। मम्मी ठीक है? मम्मी खुश है? फोन इतना आ रहा है नीचे। आप तो पूरा समस्तीपुर फोन कर रहा होगा। ठीक है पापा प्रणाम। रूम पे जाके करते हैं। खुश रहो बेटा, खुश रहो। അച്ഛൻ കൃഷിഭൂമി വിറ്റ കാശുകൊണ്ട് ക്രിക്കറ്റിൽ മകന്റെ 100 മേനി വിളവെടുപ്പ്. വൈഭവ് സൂര്യവംശിയുടെ വിജയം കണ്ണീരിൽ കുതിർന്ന ആത്മസമർപ്പണത്തിന്റെയും കഠിനാധ്വാനത്തിന്റേതുമാണ്. സർ, ആജ് മേ മാരൂങ്ക, അതായത് ഇന്ന് ഞാൻ ബോളർമാരെ അടിച്ചോടിക്കും. ഇന്നലെ ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിനു മുമ്പ് 14-കാരൻ വൈഭവ് സൂര്യവംശി തന്റെ പരിശീലകൻ മനീഷ് ഓജയോട് പറഞ്ഞ വാക്കുകളാണിത്. അവധിക്കാലം ആഘോഷിക്കാനും ഐസ്ക്രീമും മട്ടൻ ബിരിയാണിയും കഴിക്കാനും സമപ്രായക്കാർ പോകുമ്പോൾ വൈഭവ് അതെല്ലാം തന്റെ ലക്ഷ്യത്തിനു വേണ്ടി മാറ്റിവെച്ചു. ഇഷ്ടഭക്ഷണമായ മട്ടണും പിസ്സയും വേണ്ടെന്ന് വെച്ചു. ചിട്ടയായി പരിശീലനം നടത്തി. ഇഷ്ട ഹീറോയുടെ ബാറ്റിംഗ് ഷോട്ടുകൾ പലകുറി കണ്ടു, പ്രത്യേകിച്ച് സിക്സർ ഷോട്ടുകൾ. ഈ ദൃഢനിശ്ചയമാണ് വൈഭവിനെ ക്രിക്കറ്റ് പ്രേമികളുടെ ആവേശമാക്കിയത്. 14-കാരനെ ക്രിക്കറ്റ് ലോകത്തിന്റെ ഹരമാക്കാൻ അവന്റെ പിതാവിന് വരുമാനമാർഗമായ കൃഷിഭൂമി വിൽക്കേണ്ടി വന്നു. ആ പിതാവിന്റെ തീരുമാനമാണ് ക്രിക്കറ്റ് പ്രേമികളെ ആവേശത്തിന്റെ കൊടുമുടി കയറ്റിയത്. അത്ഭുത ബാലൻ വൈഭവ് സൂര്യവംശി ജയ്പൂരിൽ തീർത്ത വെടിക്കെട്ട് ബാറ്റിംഗിന് ആത്മസമർപ്പണമല്ലാതെ മറ്റൊന്നുമില്ല. ബീഹാറിലെ താജ്പൂരിൽ ജനിച്ച വൈഭവ് 3-ാം വയസ്സിൽ ക്രിക്കറ്റിനോടുള്ള ഇഷ്ടം വ്യക്തമാക്കി. താജ്പൂരിൽ നിന്ന് 18 കിലോമീറ്റർ അകലെയുള്ള സമസ്തിപൂരിലേക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ പരിശീലനത്തിന് പിതാവ് സഞ്ജീവിനൊപ്പം പുറപ്പെട്ടു. പുലർച്ചെ 4 മണിക്ക് അമ്മ അവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കി കൊടുത്തുവിടും. ഒന്നിടവിട്ട ദിവസങ്ങളിൽ പരിശീലനത്തിന് പോകുന്നതിനാൽ 100 ഓവറുകളാണ് ആ പോകുന്ന ദിവസങ്ങളിൽ അവൻ നേരിട്ടത്. ആഭ്യന്തര തലത്തിൽ നിന്ന് ഇന്ത്യയുടെ അണ്ടർ-19 ടീമിലെത്തി. അവിടെയും വിസ്മയ ബാറ്റിംഗ്. 58 പന്തിൽ 100 റൺസ് എടുത്തു. അങ്ങനെ പതിയെ ബീഹാറിൽ നിന്ന് ദേശീയ തലത്തിലേക്ക്. IPL താരലേലത്തിൽ ഈ പയ്യനെ ടീമിലെടുക്കുമ്പോൾ പലരും അതിശയിച്ചു. 1,10 ലക്ഷം രൂപയ്ക്കാണ് റോയൽസ് പയ്യൻസിനെ കിറ്റിലാക്കിയത്. ചെലവാക്കിയ കാശിന് ചെക്കൻ നീതി കാണിച്ചു. ഗുജറാത്ത് ടൈറ്റൻസിന്റെ 210 റൺസ് എന്ന സ്കോർ മറികടക്കാൻ ഇറങ്ങുമ്പോൾ പയ്യന് ഭയം ഒട്ടുമുണ്ടായില്ല. പന്തിന്റെ ലെങ്ത് മനസ്സിലാക്കി ശരീരം ബാലൻസ് ചെയ്ത് അതിവേഗത്തിൽ ബാറ്റ് വീശിയപ്പോൾ 11 വട്ടം പന്ത് ആകാശത്തിലൂടെ പകർന്നാകുന്നു. 7